ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നായിട്ട് ഒരു ഹെയർ ടൂള് അർബൻ യോഗിൻ്റെ ഹോട്ട് എയർ ബ്രഷ് ട്രൈ ചെയ്തിരുന്നു. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. കുറേ പേരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ ആ ഒരു പ്രോഡക്റ്റിൻ്റെ താഴെയുള്ള കസ്റ്റമർ റിവ്യൂസും കണ്ടിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുന്നേ. അതിൻ്റെ ലൈവ് അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ഫസ്റ്റ് യൂസ് എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായത്, പിന്നെ ഓൾറെഡി ഞാനൊരു അഗാരോയുടെ ഹോട്ട് എയർ ബ്രഷ് നേരത്തെ ട്രൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ഹെയർ ടൂൾ മേടിച്ച് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ ഹെയർ ഒട്ടും മാനേജബിൾ അല്ല. നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. അന്ന് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്കാണ് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഹെയർ ടൂൾ വാങ്ങിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 5 മാസം മുമ്പാണ് ആ ഒരു വീഡിയോ ഇട്ടത്. ആ ഒരു വീഡിയോ ഒരു 4100 സംതിങ്, മീൻസ് ഒരു 4.1K സംതിങ് വ്യൂസ് കിട്ടിയായിരുന്നു. സ്റ്റിൽ ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. സോ വീഡിയോയിലോട്ട് പോകാം. 2 ഹെഡ് വരുന്നുണ്ട്, ഒരു ബോഡി വരുന്നുണ്ട്. അത് ഒരെണ്ണം നമ്മുടെ ഡ്രൈ ആക്കാനുള്ളതും പിന്നെ ഒരെണ്ണം ബ്രഷിന്റെ ആ ഒരു ഹെഡുമാണ് വരുന്നത്. അങ്ങനെ 3 സംഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അന്ന് വാങ്ങിച്ചപ്പോൾ ഒരു 1500-600 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങളെ അന്ന് കാണിച്ച് തരുമ്പോഴാണ് ആ ഒരു പ്രോഡക്റ്റ് അന്ന് ഞാൻ നേരിട്ട് കാണുന്നത്. ഞാൻ അന്ന് ലൈവായിട്ടായിരുന്നു അൺബോക്സ് ചെയ്തത്. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം കിട്ടിയിട്ട് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കാവ്യ വൈഷ്ണവി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ക്യാൻ യു പ്രിഫർ എ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ. രേഷ്മ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഹായ് ചേച്ചി, എനിക്ക് അർബൻ യോഗ മേടിക്കണം എന്നുണ്ട്. എൻ്റേത് ട്രീറ്റഡ് ഹെയർ ആണ്. ഹെയർ ഫ്രണ്ട് പോർഷനിൽ എല്ലാം ചെറുതായി കേളിയായി വരുന്നുണ്ട്, ബട്ട് ബാക്കിലോട്ട് സ്ട്രൈറ്റ് ആണ്. എനിക്കിത് യൂസ്ഫുൾ ആയിരിക്കുമോ? സെറ്റിംഗ് സ്പ്രേ ആൻഡ് ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ യൂസ് ചെയ്ത് എത്ര ടൈം വരെ നിൽക്കും? പ്ലീസ് റിപ്ലൈ. എൻ്റേത് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര എൻ്റെ ഡാമേജ്ഡ് ആയിട്ടുള്ള കേളി ഹെയർ ആണ്. പക്ഷെ ജന്മന എനിക്ക് കിട്ടിയ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഹെയർ ആണ്. പിന്നെ ആണെങ്കിൽ ഇത് എങ്ങനെയൊക്കെയോ ഡാമേജ് ആയി. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മുടി വെച്ച് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ടൈപ്പാണ് നിങ്ങളുടെ ഹെയർ എങ്കിൽ എനിക്ക് പേഴ്സണലി ഈ സംഭവം യൂസ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ മുടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ലേ? ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വെയിറ്റ്ലെസ് ഭയങ്കര ഇങ്ങനെ പറന്ന് കിടക്കുന്ന പോലെ ഒരു ഫീല് തോന്നും. അതെനിക്ക് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നും. നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേയും ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഈ 2 പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഗാറ്റ്സ്ബൈ, ഇതാണ് സെറ്റിംഗ് സ്പ്രേ വരുന്നത്. ഇതാണ് ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് ബി ബ്ലെൻഡിന്റെ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ആണ്. അപ്പൊ നേരത്തെ ഒരു കുട്ടിയും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ടാണ് പറയുന്നത്. ഞാൻ എന്റെ ഒരു കൺസെപ്റ്റിലാട്ടോ പറയുന്നത്. ഇത് ഒരു 300 സംതിങ് എന്തോ ആയിരുന്നു, 300 സംതിങ്ങിന് എന്തോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കാം. ഈ ഒരു സംഭവമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ആണ്. ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേയുടെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. നമ്മൾക്ക് എത്ര വലിയ ഹെയർ ടൂൾ അടിപൊളിയാന്ന് പറഞ്ഞാലും നമ്മുടെ മുടി ഹീറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവത്തിലേക്കൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ മുടിയെ ആ ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് ഹെയർ ഡാമേജ് ആക്കാതിരിക്കാൻ ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേക്ക് കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്ത് കുറച്ച് നേരവും കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയറിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സ്പ്രേ അടിക്കും. ഈ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുടി ഒന്നും പണിയാൻ പോകരുത്. കുറെ നേരം വരെ ഹോൾഡ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഈ ഒരു റേറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള 2 പ്രോഡക്റ്റ് ആണ് ഇത്. പിന്നെ ആ കുട്ടി തന്നെ ചോദിച്ചേക്കുന്നത് എത്ര ടൈം വരെ നിൽക്കും. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ചിരിക്കും. മേ ബി എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ കേളി ഹെയർ ആയിരിക്കാം. കേളി ഹെയറോ അല്ലെങ്കിൽ വേവി ഹെയറോ ആയിരിക്കാം. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ ഇവിടെ മാത്രം സ്ട്രെയിറ്റ് ഹെയറും ഇവിടെ മാത്രം ഒറിജിനൽ ഹെയറും. സ്ട്രെയിറ്റ് ചെയ്താൽ നമ്മൾ മുടി വളർന്നു വരുമ്പോൾ ബേസ് ചെയ്യുന്ന നമ്മുടെ ഒറിജിനൽ ബൈ ബർത്ത് ഉള്ള ഏത് ടൈപ്പ് മുടിയാണോ അതേ വരുള്ളൂ. ഒരു 2-3-4 മണിക്കൂറൊക്കെ നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഹൈപ്പാണ്. ഒത്തിരി ഒന്നും നിൽക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഇവിടെ ഇങ്ങനെ കേളി ഹെയർ ആ വരുന്നതെങ്കിൽ ഇത്ര ഒരു നോർമൽ ഒരു ഹോട്ട് എയർ ബ്രഷും കൊണ്ട് എത്ര നേരം ഹീറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് നിൽക്കും. പക്ഷെ ഇവിടെ ആ
ആ ഒരു കുറച്ച് കഴിയുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് നോക്കും. സ്മൃതി AR എന്ന് പറയുന്ന ഒരു കുട്ടി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെർത്താണോ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് റിവ്യൂ നോക്കി വന്നതാ ഞാൻ എന്റെ വീഡിയോയിൽ. വെർത്താണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു റേറ്റിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രയർ മേടിക്കാം, ഒരു ഹോട്ട് എയർ ബ്രഷ് മേടിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ്നർ മേടിക്കാം. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര വിലയാവും, നല്ല റേറ്റ് ആവും. നല്ലൊരു ഡ്രയർ വേണത്തിന് നല്ല റേറ്റ് ആവും. 3-in-1 എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് ഇവർ വന്നതുകൊണ്ട് ഈ റേറ്റിന് അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളത് കൊണ്ട് ആ ഒരു ടൈപ്പ് നോക്കുമ്പോൾ വർത്താണ്. മുടിയുടെ സ്ട്രക്ചർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഭയങ്കര ഫ്രിസി അല്ലെങ്കിൽ ഭയങ്കര കേളി ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇത് സജസ്റ്റ് ഞാൻ ചെയ്യത്തില്ല. കുറെ പേരൊക്കെ ഇത് ഹെയർ ട്രാൻസ്ഫോം ചെയ്ത് വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ കൂടെ നോക്കുമ്പോൾ കേളി ഹെയർ ഒക്കെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഇതിന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. അങ്ങനെയുള്ളവർ ഇത് പൈസ മുടക്കി മേടിച്ചു കഴിഞ്ഞാൽ അത്രയും വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഒപ്പീനിയനിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏഞ്ചൽ മരിയാണ്. എന്റെ ഇത് ട്രീറ്റഡ് ഹെയർ ആണ്, സോ ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും, വാങ്ങുന്നത് വർത്താണോ, ഈ പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്താൽ കൂടുതൽ ടൈം ലാസ്റ്റ് ചെയ്യും? ആള് ഫസ്റ്റ് ചോദിച്ച തന്നെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 2 പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് യൂസ് ചെയ്ത് നോക്ക്. അതെനിക്ക് ആ ഒരു റേറ്റിന് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നതാണ്. പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ ദ ഹെയർ ടൈപ്പ്, അതെനിക്ക് പറയാനുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ്, അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. ചേച്ചി ഇത് 2-3 months യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് കേടായി പോകുമോ? ഞാൻ അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ 5 മാസമായി. 5 മാസമായി ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ ഹോണസ്റ്റ് ഒപ്പീനിയനിൽ ഇപ്പോഴും സാധനം ഇരിപ്പുണ്ട്. പക്ഷേ ഇത് ഞാൻ ഓക്കെ ആയിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഷൂട്ടിന് കൊണ്ടുപോയിട്ട് അവിടെ പുറത്ത് വെച്ചു. അതിന് ആരെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് എടുത്തോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് ഞാൻ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ടാണ്, എന്റെ ആ വീഡിയോ നോക്കി അറിയാൻ പറ്റും, ഇതിങ്ങനെ തിരിച്ചിട്ട് ഒരു ടിക്ക് പറഞ്ഞ സൗണ്ട് വീഴും. അപ്പോഴാണ് ഇത് അറ്റാച്ച് ആവുന്നത്. അത് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പക്ഷെ ഇപ്പൊ വെക്കുമ്പോൾ ഇത് ഒരുമാതിരി ഈ കിറുന്നുള്ള ഒരു സൗണ്ടാണ്. നമ്മൾ ഈ ജനലും വാതിലും ഒക്കെ ഒരു സമയം കഴിയുമ്പോൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഒരു സൗണ്ടില്ല, അതുപോലത്തെ. അത് ഭയങ്കര ആ ഒരു സ്മൂത്ത്നെസ് പോയി. അതെനിക്ക് തോന്നുന്നു എന്തോ ഇതിന്റെ ഇടയ്ക്ക് എന്തോ തട്ടലും മുട്ടലും പറ്റി വന്നാന്ന് തോന്നുന്നു. അതർവൈസ് ഇതിനൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് 5 മാസം കഴിഞ്ഞ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ സ്വീറ്റി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല കേളി ഹെയർ സ്ട്രെയിറ്റ് ആകുമ്പോൾ എത്ര നേരം നിൽക്കും? നല്ല ഭയങ്കര സ്പ്രിങ് പോലെ ഇരിക്കുന്ന മുടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് അത്രയും ഇതാവുമെന്ന്. കാരണം എന്റെ ഈ മുടി തന്നെ പക്ക സ്ട്രെയിറ്റനിങ് ആണെന്നും പറയാൻ പറ്റുമൊന്നുമില്ല. പക്ക സ്ട്രെയിറ്റ് ചെയ്ത് എഫക്റ്റ് നിൽക്കുമെന്ന്. എന്നാൽ ഒരു നീറ്റ് ലുക്കിൽ നമുക്ക് തരാൻ പറ്റും. നീറ്റ് ലുക്ക് തരാൻ പറ്റും എന്തായാലും. പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഗുണം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നനഞ്ഞ് ആകെ ഇരിക്കത്തില്ലേ, അത് നല്ല നീറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നല്ല ഡ്രൈ ആക്കിയിട്ട്, ഒരു സെമി ഡ്രൈ ആക്കിയിട്ട് വേണം ഇത് ഈ ബ്രഷ് യൂസ് ചെയ്യാം. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്ട്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും തരത്തില്ല, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആശ എസ് രാജ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന്, അഗാറോ വൈസ് അർബൻ യോഗ് വിച്ച് ഡു യു പ്രിഫർ? രണ്ടും ഏറെക്കുറെ സെയിം തന്നെ, രണ്ടും ഹെയർ ബ്രഷ് ആണ്. എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ ഹാൻഡിൽ, ഞാൻ നേരത്തെ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഈ ഒരു അർബൻ യോഗ. കാരണം അർബൻ യോഗിന്റെ ആ ഒരു അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ഒരു ബ്രഷിന്റെ ഹാൻഡിലില്ലേ, അത് കുറച്ച് തിന്നായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ അഗാരോടെ കുറച്ച് വലുതാണ്. അപ്പൊ ഇങ്ങനെ പിടിച്ച്, പിന്നെ അത് മാത്രമല്ല അതിന്റെ പുറകിൽ ഒരു വയറുണ്ട്. ഇത് 360 മറ്റേത് അങ്ങനെയല്ല. അങ്ങനെ ഒരു ഗുണം എനിക്ക് തോന്നിയേക്കുന്നത്. അത് ഈ മറ്റേതിൽ നിന്നും ഇതിനെ ഒരു ഡിഫറെന്റ് ആക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എനിക്ക് പെർഫോമൻസ് ഒക്കെ എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ തോന്നിയത്. പിന്നെ കൂടുതലും ഇത് വർക്ക് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ഹെയറിലാണ് അടിപൊളി റിസൾട്ട് തരുന്നതെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഇതിലും തരും, പക്ഷെ കുറച്ചും കൂടെ ഒരു നല്ല ലുക്കിൽ കിടക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ഹെയറിന് എപ്പോഴും ഒരു ഗ്രൂം ചെയ്തിടാൻ പറ്റുന്ന റൈറ്റ് ഇത്. പിന്നെ കുറെ പേര് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇത് സാന്ദ്ര സാജു ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന്. പെൻസ് ഓൺ യുവർ ഹെയർ ടൈപ്പ്, സജസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക. ഞാനും വർക്ക് ആയാലോ, എല്ലാവർക്കും ഒരുപോലല്ലോ, മുടിയുടെ ടൈപ്പ് പോലെ ഇരിക്കും. അറിയില്ല, എന്റെ മുടിക്ക് കുഴപ്പമില്ല, നീറ്റായിട്ട് കിടക്കാറുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഈ ബസ്സിലൊക്കെ അത് പറയണം, നമ്മൾ ഈ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ കാറിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഓക്കെ. അതേസമയം ഒരു 2-വീലറിലോ അല്ലെങ്കിൽ ബസ്സിലോ അങ്ങനെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പോകുന്നവരാണെങ്കിൽ പിന്നെ പറയണ്ട. ഡാമേജ്ഡ് ആവുന്ന ഹെയർ ആണെങ്കിൽ ഒന്നിക്കൂല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്. സാന്ദ്ര നമ്പ്യാർ എന്ന് പറയുന്നൊരു അക്കൗണ്ടിന്, എന്റെ കയ്യിൽ ഡ്രയർ ഉണ്ട്, സോ എനിക്ക് അകാരോ ആണോ ഇതാണോ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കുക? ഓൾറെഡി ഡ്രയർ ഉണ്ടെങ്കിൽ പിന്നെ മറ്റേത് യൂസ് ഇല്ലല്ലോ. അപ്പോൾ സെപ്പറേറ്റ് ഒരു ബ്രഷ് മേടിക്കുന്നതല്ലേ നല്ലത്. പൈസയുടെ ഇതാ നോക്കുന്നെങ്കിൽ, ഇതായിട്ട് ഉള്ള സംഭവം നോക്കുന്നെങ്കിൽ ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ബ്രഷ് മേടിച്ചാൽ മതി. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അർബൻ യോഗിന്റെ ഹോട്ട് എയർ ബ്രഷ് കിട്ടുമെന്ന് തോന്നുന്നു സിംഗിൾ പീസ് ആയിട്ട്. അറിയില്ല, അഗാരോടെ അർബൻ യോഗിന്റെ നിങ്ങൾക്ക് മേടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, കാരണം ഒരെണ്ണം വെറുതെ ഇരുന്ന് ഏതെങ്കിലും ഒരെണ്ണം ഇരുന്ന് ചീത്തയായി പോകും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ഇതുപോലത്തെ ടൈപ്പ്
ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം ഇനിയും ഇതിൽ കമന്റ് ബോക്സിൽ ചിലപ്പോൾ മേ ബി വരാനിരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കേളി ഹെയറിനൊന്നും ഇത് മേടിക്കാതിരിക്കുക നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് മറ്റേ ഇത് അടിപൊളിയാ സൂപ്പറാന്നും പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പൈസ പോവും. അപ്പൊ നിങ്ങൾ അന്തരം കഷ്ടപ്പെട്ടായിരിക്കും ഒരു സാധനം മേടിക്കാൻ ആഗ്രഹിച്ച് മേടിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു. അപ്പം നിങ്ങളുടെ പൈസ പോകാൻ ഒരിക്കലും ഞാൻ ഒരു വഴിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത്തിരി ഭയങ്കര ഇങ്ങനെ സ്പ്രിങ് വിളിക്കുന്ന മുടിയില്ലേ, ഭയങ്കര പേളിമാണിയുടെ ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒക്കെ മുടി ഇതിൽ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു കേട്ടോ. എക്സ്ട്രീം ഹീറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഹീറ്റ് കൊടുത്തൊക്കെ ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നില്ല നീറ്റ് ലുക്ക് ആക്കും. അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു ചീപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ചീപ്പ് ഉപയോഗിക്കേണ്ടെന്നല്ല പറയുന്നത്, ഡീറ്റാങ്കിളൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ഉണങ്ങി ഡ്രയർ വെച്ച് ഉണക്കിയിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നീറ്റ് ലുക്ക്, ഓഫീസ് ലുക്ക് അതിന് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് വാങ്ങിക്കാമോ എന്നുള്ളത്. ഈ 2 പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എന്റെ ഹെയർ മര്യാദയ്ക്ക് ഇരിക്കാറില്ല. എന്റെ ഹെയർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതുപോലത്തെ ഹെയറാണ്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് മുടിയൊക്കെ വെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. എന്നാലും മാനേജ് ചെയ്യാൻ കുറച്ച് പാടാം. എന്റെ പഴയ ഹെയറെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കൊടുക്കുക. ഇത് എങ്ങനെ ഇങ്ങനെ ആയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം വർക്ക് ചെയ്യുന്നതാണ്. ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വാങ്ങിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കണ്ടന്റ്സ് എന്റെ പേജിൽ ഇനിയും വരും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.